ഞാനിന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ വളരെയധികം പ്രശസ്തമായ ഒരു നടരാജ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇത് ചിദംബരം. വളരെ ബൃഹത്തായ ഒരു ക്ഷേത്രം. 40 ഏക്കറിലാണ് ഈ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നത് ശിവലിംഗമാണല്ലോ. എന്നാൽ ഇവിടെ ആനന്ദ നടനമാടുന്ന നടരാജന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. ഈ പ്രദേശം ഒരു കാലത്ത് ചോള രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. അതായത് 10-ാം നൂറ്റാണ്ടിൽ. ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ചോള രാജാക്കന്മാരുടെ കുലദൈവമായിരുന്നു നടരാജൻ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിച്ച 108 നാട്യഭാഗങ്ങളുടെ ശില്പങ്ങൾ ഇവിടെ കിഴക്കേ ഗോപുരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുത വസ്തുതകളുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഇക്വേറ്ററിന്റെ സെൻട്രൽ പോയിന്റിലാണ്. പ്രപഞ്ച മധ്യമാണ് ചിദംബരം എന്നാണ് സങ്കല്പം. ഒരു മനുഷ്യൻ ഒരു ദിവസത്തിലെടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് തുല്യമായി, അതായത് 21,600 സ്വർണ്ണ ഫലകങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ പതിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിനോട് സമാനമായി ഈ ക്ഷേത്രത്തിന് 9 പ്രവേശന കവാടങ്ങളാണുള്ളത്. അല്പം ഇടത്തോട്ട് മാറി ഹൃദയത്തിന്റെ സ്ഥാനത്താണ് പൊന്നമ്പലം സ്ഥിതി ചെയ്യുന്നത്. 5 പടികൾ കയറി വേണം ഇങ്ങോട്ട് പ്രവേശിക്കാൻ. നമഃശിവായ എന്ന പഞ്ചാക്ഷരിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പതിവ് ക്ഷേത്രത്തിലെ പോലെ ഇവിടെ ശ്രീകോവിലേക്ക് നേരെ കടന്നു ചെല്ലാൻ കഴിയില്ല. ചുറ്റമ്പലത്തിന്റെ വശത്തുകൂടി കയറിയാൽ മാത്രമേ നമുക്ക് ദർശനം സാധ്യമാവൂ. ശൂന്യനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. ഇതിനെ ചിദംബര രഹസ്യം എന്ന് പറയുന്നു. നടരാജ വിഗ്രഹത്തിന് അടുത്തായിട്ടാണ് ചിദംബര രഹസ്യം. തിരശീല കൊണ്ട് മറച്ച നിലയിലാണ് ഇതുള്ളത്. തിരശീല മാറ്റുമ്പോൾ കൂവളമാലയാണ് നമുക്ക് കാണാൻ കഴിയുക. സർവ്വവ്യാപിയായ ഈശ്വരനെ ശൂന്യനായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. എവിടെയും ദൈവമുണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ശൂന്യമായ സ്ഥലത്ത് മാല ചാർത്തുന്നത്. കിഴക്കേ ഗോപുരമാണ് ക്ഷേത്രത്തിലേക്കുള്ള മുഖ്യ പ്രവേശന മാർഗം. പ്രവേശന ദ്വാരത്തിന്റെ 4 ഭാഗത്തായി നാട്യശാസ്ത്രത്തിലെ 108 കരണങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായ ചിദംബരം ആകാശത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മഹത്തായ ഈ ശിവക്ഷേത്രം ഭക്തരെ മാത്രമല്ല കലാസ്വാദകരെയും ചരിത്രാന്വേഷികളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ്. ഒരു വാസ്തുവിദ്യാ വിസ്മയമായ ഈ ദേവാലയം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്.